ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ പ്രൊഡക്റ്റ് വ്ളോഗിൽ ഞാൻ നെയ്സ്ലിപ്പ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റായിരുന്നു പാക്കിംഗ് കവർ മേക്ക് ചെയ്യുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട് ഇത്. അപ്പോൾ നെയ്സ്ലിപ്പ്, പോളറോയിഡ്സ് അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് പാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കവേഴ്സ് മേക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാം. ഈസി ആയിട്ട് തന്നെ ഇത് മേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റാപ്പിംഗ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷീറ്റും ഇതിന് യൂസ് ചെയ്യാം. ഇത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റുകളായിരുന്നു കേട്ടോ, പേപ്പർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും അറ്റം സെൻറ്ററിലേക്ക് വരുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് അതിൻ്റെ താഴ്ഭാഗം മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് അളവൊക്കെ മാർക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേ സെയിം രീതിക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ താഴേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവൊന്നുമില്ല, താഴെ എടുത്തതിനേക്കാൾ കുറച്ച് കൂടുതൽ മുകളിലെടുത്താൽ മതി. എന്നിട്ട് നിവർത്തി കൊടുത്തിട്ട് 4 കോർണറിലും ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നിവർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം 2 സൈഡിലത്തെയും ആ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ മാർക്ക് ചെയ്ത് ലൈനായി കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം, മുകളിലും താഴെയും. സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കരുത്, 2 സൈഡത്തെയും മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗം യൂസ് ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെവിഗോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉൾഭാഗത്തേക്ക് ഗം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം ഒട്ടിപ്പിടിക്കും.
ഇനി കാർഡ്ബോർഡ് മാറ്റിയിട്ട് താഴ്ഭാഗം ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ പാക്ക് ചെയ്യാൻ ഇങ്ങനെ പാക്കിംഗ് കവർ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാനിത് അത്യാവശ്യം വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം.